മറ്റൊരു രേണുസുതി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ വ്യക്തികൾ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ കളിക്കുന്ന പല ടാസ്കുകളും ഗെയിമുകളും അവരുടെ കണ്ടന്റുകളൊക്കെ കണ്ടുകൊണ്ട് ഫാൻ ബേസ് കൂടാറുണ്ട്, അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സും കൂടാറുണ്ട്. ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇത്രയേറെ റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ്, രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ വീഡിയോ വന്നു കഴിഞ്ഞാലും അത് അത്രയും വ്യൂവബിൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇത്രയും ഒരു ഫാൻ ബേസ്, ഈ പറയുന്ന ഫാൻ ബേസ് ഇപ്പൊ ഹേറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ, എങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതെന്റെ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു ചർച്ചാ വിഷയമായ ഒരു കണ്ടന്റ് ആയിട്ട് രേണുസുതി മാറിയിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താവും? ബിഗ് ബോസ് രേണുസുതിക്ക് വേണ്ടി മാത്രം കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അത് മറ്റൊരു കാര്യമാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ബിഗ് ബോസിന്റെ റിവ്യൂവും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇനി രേണുസുതി എന്ന് ഇങ്ങനെ നാക്കിന്ന് വിടാണ്ട് നിൽക്കുന്ന ഒരു പേരായിട്ട് വരുമെന്നുള്ളത് എനിക്കിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളാണല്ലോ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഷഫീന ബീവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ ഒരു വീഡിയോയിൽ കിച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഷഫീന ബീവി പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അതായത് കിച്ചു പറയുന്ന ഡ്രഗ്സ്, അതുപോലെ ആൽക്കഹോള്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രേണുസുതി അത് നോക്കാറില്ല. അതുപോലെ തന്നെ കിച്ചുവിന്റെ പേരിൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് രേണുവിന്റെ അച്ഛനാണ് പോയിട്ട് ജാമ്യം എടുത്തു കൊണ്ടുവന്നത്. അവന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷഫീന ബീവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കിച്ചു എന്തുകൊണ്ടാണ് രേണുസുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കിച്ചുവിന്റെ ഈ പറയുന്ന പല സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന പല വീഡിയോസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉള്ളിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ്. പിന്നെ രേണു ചോദിക്കുമ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോ, ആൽബത്തിൽ അഭിനയിച്ചോ, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കിച്ചു ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതിന്റെ ഒരു റീസൺ ആണ് ഈ പറയുന്ന ഷഫീന ബീവി ഒരു വീഡിയോന്റെ രൂപത്തിൽ ഇട്ടിരിക്കുന്നത്. ഈ പറയുന്ന കിച്ചുവിനെ പുള്ളി ഈ പറയുന്ന രേണുസുതി ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഈ പറയുന്ന കേസിന്റെയും കാര്യങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് കിച്ചുവിന്റെ പേരിൽ ഇത്രയും കേസുകളുണ്ട്, അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ളൊരു വാക്ക് രേണുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന സുധിച്ചേട്ടന്റെ മൂത്ത മകൻ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്നതെന്ന്. ഇത് ഷഫീന ബീവി പറയുന്നൊരു കേസ് വളരെ സത്യമാണെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇപ്പൊ കണ്ടു കാണുന്നു. പക്ഷെ ഒരുപാട് വീഡിയോസ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശേഷം വന്നിട്ടുണ്ട്. അതിനകത്ത് കുറെ കിച്ചുവിന്റെ വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന കിച്ചുവിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കംപ്ലൈന്റും കാര്യങ്ങളുണ്ട്. ഡ്രഗ്സ്, ആൽക്കഹോൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിച്ചു യൂസ് ചെയ്യാറുണ്ട്. അതുപോലുള്ള കൂട്ടുകാരും കിച്ചുവിനുണ്ട്. അതൊക്കെ ഉറപ്പായിട്ടുള്ള കേസ് തന്നെയാണ്. ഈ കേസൊക്കെ രേണു വന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിച്ചുവിന് ഉണ്ടാവുന്ന മാനക്കേടില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന രേണുസുതി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കിച്ചു അത് അതുപോലെ സമ്മതിച്ചു കൊടുക്കുന്നതെന്നാണ് ഷഫീന ബീവി ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കിച്ചുവിന്റെ കേസിൽ കിച്ചുവിന് അച്ഛനില്ല, അതുപോലെ തന്നെ അമ്മയും ഇല്ല. അപ്പൊ ഈ ഒരു സമയത്ത് കിച്ചുവിനെ സംരക്ഷിക്കേണ്ടതും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ പോവരുത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സേഫ് ആക്കി വെക്കേണ്ടതും രേണുസുതിയുടെ ഉത്തരവാദിത്വമാണ്. അത് രേണുസുതി ചെയ്യാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, തന്റെ ഒപ്പം താമസിക്കുന്ന ഇളയ മകനായിട്ടുള്ള ഋത്തപ്പൻ, ആ കൊച്ചു പയ്യന്റെ പേരിൽ എത്ര പ്രാവശ്യം രേണു ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയോ? ആ ഒരു പയ്യനെ പോലും പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് രേണുസുതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന മോഡലിങ്ങും കാര്യങ്ങളും ഷോർട്ട് ഫിലിമും അതിനകത്ത് അഭിനയവും ഒക്കെ ആയിട്ട് രേണുസുതി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പറയുന്ന മക്കളെ നോക്കാനായിട്ട് അവിടെ രേണുസുതി ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 സെലക്ട് ആയിട്ടുണ്ട്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പല കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. രേണു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മോഡലിംഗ് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് രേണുവും സുധിയും കൂടി ഒന്നിച്ച് ചില ക്യാഷിന്റെ ഇടപാടുകൾ പല ആളുകളിൽ നിന്നും ക്യാഷൊക്കെ ചോദിച്ചു വാങ്ങിയിട്ട് അത് പിന്നീട് അവർ ചോദിക്കുന്ന സമയത്ത് ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കുന്ന ഒരു രീതിയും ഇവരുടെ പേരിൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യമായിട്ട് ഇതൊരു ചർച്ചയാവുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റാർ മാജിക്കിൽ 510ാമത്തെ എപ്പിസോഡ് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ധ്യാൻ ശ്രീനിവാസൻ അവിടെ അതിഥിയായിട്ട് വന്ന
സ്റ്റാർ മാജിക് 510ാമത്തെ എപ്പിസോഡ്. അതിനകത്ത് സ്റ്റാർ മാജിക്കിൽ എന്താണ് ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒരു കോമഡിയുടെ രൂപത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്കത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ധ്യാൻ ശ്രീനിവാസൻ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന്. എനിക്ക് ട്രൂ കോളറിൽ മെസ്സേജ് അയച്ച് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ച ആളാണ് ഈ പറയുന്ന സുധിച്ചേട്ടൻ. അപ്പോൾ അതിൽ ആ ഒരു കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിലും ആ ഒരു ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാരണം ഒരുപാട് പേരുടെ ഇവർ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നാളത്തെ അടുപ്പമില്ലാത്ത വ്യക്തികളാണെങ്കിലും ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിലും യാതൊരു പക്ഷാഭേദവും ഇല്ലാതെയാണ് ഇവർ ഈ പറയുന്ന രേണുവും സുധിയും ഒന്നിച്ച് വിളിച്ചിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അത് 1000, 5000, 3000 ഒക്കെ വെച്ച് പല പല ആളുകളുടെ നിന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവർ എന്തൊക്കെ മിസ്റ്റേക്കുകൾ സുധിച്ചേട്ടൻ്റെ ജീവിതത്തിലാണെങ്കിലും ജീവിച്ചിരുന്ന സമയത്ത് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന രേണു സുധി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പം എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനി ബാക്കി കളികൾ കാണാനായിട്ട് സാധിക്കും. പോസിറ്റീവ് ആയിരിക്കും കുറേയൊക്കെ. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം രേണു സുധിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ വരുന്ന അഭിപ്രായങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് രേണു വരണം, രേണു വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ രേണു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണില്ല, എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബിഗ് ബോസ് ഹൗസിൽ കയറ്റിക്കൊണ്ട് അങ്ങനെ അലമ്പാക്കുന്നതെന്നുള്ള രീതി ചോദിക്കുന്ന മറ്റ് ചിലരുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത്യാവശ്യം രേണു ഒരു വ്യൂവബിൾ ആയിട്ടൊരു കണ്ടന്റ് ആണ്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാലും അത്രയും വ്യൂവബിൾ ആയിട്ടൊരു കണ്ടന്റ് ആയിട്ട് തന്നെ നിൽക്കും. അത് കൺഫേം ആയിട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇതായിട്ട് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് രേണുവിനെ. എന്തായാലും ബാക്കി കളികൾ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാം. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം രേണു ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മറ്റൊരു കാര്യം, കിച്ചുവിനെ പോലീസ് പിടിച്ചതും കിച്ചു ആൽക്കഹോളും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നുള്ളതും, അത് പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യനെ മോശം പറഞ്ഞതല്ല ഒരിക്കലും. ഷഫീന ബീവി ഇത്തരത്തിലൊരു വീഡിയോ പറഞ്ഞപ്പോൾ നമ്മൾ അതിനൊരു കണ്ടന്റ് പോലെ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. ആ ഒരു പയ്യനെ എല്ലാവരും വിളിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സിനിമ ഫീൽഡിലുള്ളവരും ഈ പറയുന്ന സ്റ്റാർ മാജിക്കിന്റെ ഫീൽഡിലുള്ളവരും ആ ഒരു പയ്യനെ എല്ലാവരും വിളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടെന്ന്. അവനോട് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്ന കേസ് ഇത് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വേണ്ട, ഇത്തരത്തിലുള്ള ഡ്രഗ്സും ആൽക്കഹോളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു പയ്യനെ പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പം ആ ഒരു പയ്യൻ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പഴയ കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. രേണുവിൻ്റെ ഫാദറാണ് ഇറക്കി കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഉണ്ടാവുന്ന മോശക്കേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് രേണു സുധി പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി അനുസരിക്കുന്നതും. അമ്മക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, അവിടെ അഭിനയിച്ചോ, ഇവിടെ അഭിനയിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കിച്ചു സമ്മതിച്ചു കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഈ പറയുന്ന ഷഫീന ബീവി ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം ഒരു 85% സത്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിച്ചു ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ രേണുവിൻ്റെ അച്ഛൻ തന്നെയാണ് പോയിട്ട് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ടൊക്കെ വന്നത്. വണ്ടിയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തൊക്കെ ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്